നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മണലൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വാടാനപ്പള്ളിയിൽ വാഹനാപകടം. ടോറസ് ചരക്ക് ലോറി ഇടിച്ച് ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേലയ്ക്ക് കൊടികയറി. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മണലൂർ മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. മണലൂർ മണ്ഡലത്തിൽ ഉച്ചതിരിഞ്ഞ് കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ എത്തിയ സുനിൽകുമാർ ഇടവക വികാരി ഫാദർ ജോസ് പാലക്കലിന്റെ അനുഗ്രഹം തേടി. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളിയിൽ എത്തിയ സുനിൽകുമാറിനെ വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ നിറപുഞ്ചിരികളോടെയാണ് സ്വീകരിച്ച് അനുഗ്രഹിച്ചത്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലും പടിഞ്ഞാറെ പള്ളിയിലും എത്തിയ അനുഗ്രഹം തേടിയ സുനിൽകുമാർ തുടർന്ന് മണലൂർ സ്നേഹാരം സ്പെഷ്യൽ സ്കൂളിലും എത്തി സിസ്റ്റർമാരോടും അധ്യാപകരോടും വോട്ട് അഭ്യർത്ഥന നടത്തി. വൈകിട്ട് വാടനപ്പള്ളി സെന്ററിൽ പടുകൂറ്റൻ റോഡ് ഷോയോടെയാണ് സുനിൽകുമാർ തന്റെ മണലൂർ മണ്ഡലത്തിലെ സന്ദർശന പരിപാടി പൂർത്തിയാക്കിയത്. മുരളി പെരുന്നെല്ലി MLA, LDF നേതാക്കളായ TV ഹരിദാസൻ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ, KV വിനോദൻ, KR ബാബുരാജ്, KK ശശിധരൻ, സ്മിത ജയകുമാർ, അജി ഫ്രാൻസിസ്, PK കൃഷ്ണൻ, MR മോഹനൻ, VN സുർജിത്ത്, VV പ്രഭാത്, VV സജീന്ദ്രൻ, KV ഡേവിസ്, VG രാധാകൃഷ്ണൻ, PB ജോഷി, CB സുനിൽകുമാർ, സുരേഷ് മഠത്തിൽ, KA വിശ്വംഭരൻ, ശാന്തി ബാസി, അഷറഫ് വലിയകത്ത്, ഷിജിത്ത് വടക്കഞ്ചേരി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വാടാനപ്പള്ളിയിൽ ടോറസ് ചരക്ക് ലോറിയിൽ ഇടിച്ച് ഡ്രൈവർ 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങി. ഇടശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ രാവിലെ 5:45ഓടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ടോറസ് ചരക്ക് ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊല്ലത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയുടെ പിറകിലാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് മണ്ണുമായി പോയിരുന്ന ടോറസ് ലോറി ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ വലപ്പാട് നിന്നും തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നീണ്ട പരിശ്രമത്തിനിടെ 1 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത്. കാലിന് ഗുരുതര പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ മറ്റൊരു വാഹനം വന്നതോടെ സൈഡിലേക്ക് തിരിച്ച ടോറസ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അവശ്യ സാധന സബ്സിഡി വില വർധനവിനും ലഭ്യത കുറവിനും എതിരെ കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് നൽകിയതെന്ന് രവി പോലുവളപ്പിൽ പറഞ്ഞു. കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TM ഉണ്ണികൃഷ്ണൻ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു കുന്നങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി. പ്രവീൺ രവീന്ദ്രൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KV വിജയൻ, മഹിളാ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് മേജി തോമസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത രാമദാസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി നളിനി പീലാക്കി പറമ്പിൽ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CK ഉല്ലാസ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിത പ്രദീപ് കുമാർ, ശരത് കുമാർ, അനിൽ കരുവത്തി, നൌഷാദ് ഇബ്രാഹിം, ബിജു കരിപ്പാടത്ത്, മഞ്ജു ബാബു എന്നിവർ നേതൃത്വം നൽകി. അവന്റെ കാർഷിക കടങ്ങൾ എഴുതുന്നില്ല, അവന് കൃഷി നശിച്ചാൽ നഷ്ടപരിഹാരം കിട്ടുന്നില്ല. എങ്ങനെ കർഷകൻ ജീവിക്കും? അവനും കുടുംബമുണ്ട്.
അവനും കുട്ടികളുണ്ട്. അവനും സുഖമായി ജീവിക്കണമെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. എന്നാൽ മാത്രമേ അവന് മാന്യമായി സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കി തരുന്ന കർഷകനാണ്. ആ കർഷകനെ ഇവിടെ ദ്രോഹിച്ചുകൊണ്ട് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ഈ സർക്കാർ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തുന്ന മുന്നേറ്റം പദ്ധതിയുടെ ശില്പശാല ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ജെൻഡർ അവബോധം, കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം, ഗാർഹിക പീഡനം, ആരോഗ്യം, പോഷകാഹാരം, ശുചിത്വം, സാങ്കേതിക പരിജ്ഞാനം എന്നീ വിഷയങ്ങളാണ് ക്ലാസുകളും ചർച്ചകളും സംഘടിപ്പിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, ഗാർഹിക പീഡന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് റീന ജേക്കബ് ക്ലാസ് നയിച്ചു. ജെൻഡർ അവബോധം എന്ന വിഷയത്തിൽ VS ജയശ്രീയും ആരോഗ്യം, പോഷകാഹാരം എന്ന വിഷയത്തിൽ ബിഞ്ചു ജേക്കബും വിഷയാവതരണങ്ങൾ നടത്തി. സാക്ഷരതാ മിഷൻ മേഖലാ കോർഡിനേറ്റർ ഡോക്ടർ VV മാത്യു പദ്ധതി വിശദീകരിച്ചു. ജില്ലാ കോർഡിനേറ്റർ നിർമ്മല ജോയ്, ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുഭൈദ, സാക്ഷരതാ പ്രേരക്മാരായ ശോഭ KP, ഷീന, മിനി PB, സിന്ധു, സീമ, ഷാഗി, ബ്ലോക്ക് തല ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. 150 വനിതകൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടന ലോകത്തിന് ഏറ്റവും പ്രശസ്തമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവിടെ ഒരു സെമിനാറിലോ ക്ലാസ്സിലോ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീ പങ്കാളിത്തവും സുരക്ഷിതത്വവും നിങ്ങളെ ഒന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വകുപ്പും തീയതിയും അനുസരിച്ച് നിങ്ങൾക്ക് പറയാനും പഠിക്കാനും സാധിക്കും. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിലെ 20 കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, ഷിജി CK, ഷൈജ കിഷോർ, ബിന്നി അറക്കൽ, സാഗർ മിത്ര, അശ്വതി TJ എന്നിവർ സംസാരിച്ചു. നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് C പദ്ധതി വിശദീകരണം നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വാട്ടർ ടാങ്ക്, അതും തീരദേശ മേഖലയിൽ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കടലോര മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപയുക്തമായിട്ടുള്ള പദ്ധതി തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് എന്നുള്ളത്. അപ്പോൾ വെള്ളം ലഭിക്കുന്ന കാലങ്ങളിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കുകയും അതുപോലെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വല എന്നുള്ള രീതിയിൽ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. അത് എടമുട്ടം സരസ്വതി വിലാസം UP സ്കൂളിലെ പഠനോത്സവം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. CRC കോർഡിനേറ്റർ ശ്രീജ, പ്രധാനാധ്യാപിക മഹിജ ടീച്ചർ, PTA പ്രസിഡന്റ് അശ്വിനി റോഷിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ തന്നെ യോഗാധ്യക്ഷനും സ്വാഗത പ്രസംഗവും നന്ദിയും അവതരിപ്പിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയായ അക്കാദമിക പ്രവർത്തനങ്ങളുടെ അവതരണങ്ങളായിരുന്നു പഠനോത്സവം. വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി ലോക വനിതാ ദിനാചരണം ചൈതന്യ അംഗൻവാടിയിൽ നടത്തി. താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളായ രമ മണികണ്ഠൻ, ലിറ്റ ജോസ്, തൊഴിലുറപ്പ് മേറ്റ് ഇന്ദിര ജേക്കബ്, അംഗൻവാടി ഹെൽപ്പർ ഗീത KR എന്നിവരെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. അംഗനവാടി ടീച്ചർമാരായ ഉഷ NS, സധീരംഗൻ, ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കിലത്ത്, ദീപ അജയ്, രേണുക റിജു, ഹിമ രഞ്ജിതൻ, ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തര എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ
സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അശ്വതി വേലാഘോഷങ്ങൾക്ക് കൊടിയേറി. ഉച്ചയ്ക്ക് പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ കുഞ്ഞമ്പലത്തിന് മുമ്പിലെ അരയാൽ ചുവട്ടിൽ എത്തി കൊട്ടി വിളംബരം ചെയ്തു. തുടർന്ന് ക്ഷേത്ര മൈതാനത്തെ ആൽമരങ്ങളിലെല്ലാം കൊടിക്കൂറകൾ നാട്ടിയതോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന അശ്വതി വേലയ്ക്ക് തുടക്കമായി. 7 മുതൽ 13 അശ്വതി വേല വരെ രാത്രി 11:30 മുതൽ പുലർച്ചെ 5 വരെ പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാരുടെ നേതൃത്വത്തിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് നടത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ്. കൂടാതെ 6 ദിവസങ്ങളായി വ്യത്യസ്തമായ സ്റ്റേജ് പരിപാടികളും രേവതി ദിവസമായ 12-ന് രാത്രി 8-ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച പ്രസിദ്ധമായ പറ വഴിപാടും ആരംഭിക്കും. 13-ന് അശ്വതിവേല നാളിൽ വൈകിട്ട് 4-ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഭഗവതിയുടെ തിടമ്പേറ്റി 5 ഗജവീരന്മാരെ അണിനിരത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും മേളവും നടക്കും. തുടർന്ന് ദീപാരാധനയ്ക്കു ശേഷം വർണ്ണമഴയും ഉണ്ടായിരിക്കും. 14-ന് ഭരണി നാളിൽ പുലർച്ചെ 3 മുതൽ 6 വരെ ധീവര സമുദായങ്ങളുടെ നേതൃത്വത്തിൽ താലം വരവും, തുടർന്ന് 9 മുതൽ 11:30 വരെ 7 പ്രദേശങ്ങളിൽ നിന്നായി 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ വീട്ടുവ സമുദായത്തിന്റെ താലങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. തുടർന്ന് പുലയ സമുദായത്തിന്റെ നേതൃത്വത്തിൽ കാളകളിയും പറയ സമുദായത്തിന്റെ നേതൃത്വത്തിൽ ധാരികനും കാളിയും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ കൂത്തുമാടത്തിൽ നിന്ന് ക്ഷേത്രത്തിലെത്തി രാമശരം സമർപ്പിക്കുന്നതോടുകൂടി അശ്വതിവേലാഘോഷങ്ങൾ സമാപിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ്, യുവ സെക്രട്ടറി പ്രതീഷ് ശാർഖര, ട്രഷറർ അനൂപ് തോട്ടാരത്ത്, ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC, വൈസ് പ്രസിഡന്റ് മിഥുൻ CM, ജോയിന്റ് സെക്രട്ടറി സുമേഷ് പാനാട്ടിൽ എന്നിവർ അറിയിച്ചു. കാരമുക്ക് ചർച്ച് LP സ്കൂളിൽ 129ാമത് വാർഷികവും PTA ദിനവും ആഘോഷിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് AEO ബിജു PJ അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് സെയിന്റ് ജോൺ
ദി ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ പോൾ പേരാമംഗലത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. പ്രധാനാധ്യാപകൻ എം ജോഷി ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി പിങ്കിൾ റോണി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗം ജിഷ സുരേന്ദ്രൻ എൻഡോമെന്റ് വിതരണം നടത്തി. NTC മാനേജിംഗ് ഡയറക്ടർ ടി വർഗീസ് ജോസഫ്, PTA പ്രസിഡന്റ് തസ്ലൈമ വിജിത്ത്, MPTA പ്രസിഡന്റ് ലയ ഷിജോ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി, അധ്യാപിക അനുഷ ജോണി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഞാനിത് കാലഘട്ടത്തിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാനിത് പറയാൻ കാരണമെന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന ഒരു കാലഘട്ടം, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്കൂളിലെ കുട്ടിയുടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ LKG മുതൽ 7ാം ക്ലാസ് വരെ വരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത്. മറ്റേ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ MBBSന് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ 70 ലക്ഷം 80 ലക്ഷം അല്ലെങ്കിൽ MDക്കൊക്കെ സീറ്റ് മേടിക്കുന്ന 1 കോടി രൂപയൊക്കെ വേണം. അതൊക്കെ വ്യത്യസ്തമായിട്ട് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ KMS സംഘമായ സിദ്ധാർത്ഥന്റെ അകാല നിര്യാണത്തിൽ താനിം ശാഖ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. KMS സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി MK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാൻ ഭരണകർത്താക്കൾ ശ്രമിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആദരാഞ്ജലികളും അർപ്പിച്ചു. താന്യം ശാഖാ സെക്രട്ടറി ഗിരീശൻ ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമുദായ അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് വെറ്റിനറി കോളേജിൽ വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലെ മുഴുവൻ KMSന്റെ ശാഖകളിലും ദീപം കത്തിച്ച് പ്രതിഷേധ ജ്വാല തെളിയിച്ച് കൊണ്ട് ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ശരിയായ പ്രതിയെ കണ്ടെത്തി അതിന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതുവരെ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പ്രതിഷേധിക്കുന്ന അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ രാജ്യസഭാംഗം ബിനോയ് വിശ്വത്തിന്റെ 2022-23 പ്രാദേശിക വികസന പദ്ധതി പ്രകാരം അനുവദിച്ച 75 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പലരുടെയും സഹായത്തോടെ ഒരുപാട് ചെറിയ വികസനമൊക്കെ നമ്മുടെ ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് 2 വർഷക്കാലം PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്, അന്ന് ജനപ്രതിനിധിയല്ല, PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ചുറ്റുമതിൽ നമ്മുടെ MP BV രാഘവൻ നിന്നും നമുക്കത് ലഭിക്കാൻ സാധ്യത. ചുറ്റുമതിൽ മുഴുവനും നമ്മുടെ MPയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നതും നമ്മുടെ BVയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആ സ്ഥാപനം ഉയർത്തിയത്. അതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാനത് ചെറിയ സൂചനയോടെ പറയുന്നത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, പ്രധാനാധ്യാപിക CV സീന എന്നിവർ ആമുഖ പ്രസംഗങ്ങൾ നടത്തി.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ മേനക, വാർഡംഗങ്ങളായ മിൽന സ്മിത്ത്, രഞ്ജിത് കുമാർ, KK പ്രദീപ് കുമാർ, സരിത സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ്, സ്കൂൾ വികസന സമിതി കൺവീനർ AV ശ്രീവത്സൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KV രാജേഷ്, വികസന സമിതി അംഗം MK സതീശൻ, സീനിയർ അധ്യാപിക CV ഭീന എന്നിവർ സംസാരിച്ചു. പഴുവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടിക മണ്ഡലത്തിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി മേഖലകളിലെ ജീവനക്കാർക്ക് സംയുക്തമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നാട്ടിക ഫുഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹോട്ടൽ റെസ്റ്റോറന്റ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് RA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അക്ഷയ് S കൃഷ്ണ ആമുഖ പ്രസംഗം നടത്തി. ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു. ഫോസ്റ്റ് ട്രാക്ക് ട്രെയിനർ ലാഫിൻ PM ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റഹ്മത്ത് ബാബു, ജാവിദ് തിലകൻ എന്നിവർ സംസാരിച്ചു. 60ഓളം പേർ പങ്കെടുത്തു. നമ്മൾ ഭക്ഷണ സംബന്ധമായ എന്ത് വസ്തുക്കളും, അത് പാക്കഡ് ആയതായാലും നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതായാലും നമ്മൾ അവരുടെ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ ഈ നിയമത്തിന്റെ ഭാഗമായി വരുന്നവരാണ്. ആയതിനാൽ തന്നെ നമ്മൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ നിയമ കാര്യങ്ങൾ അറിയുന്നതിനും ഹൈജീൻ ഷെഡ്യൂൾ 4 പ്രകാരമുള്ള ഹൈജീൻ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടും ഇത്തരത്തിലുള്ള ഫുഡ് സേഫ്റ്റി പോസ്റ്റ് ട്രെയിനിങ്ങുകൾ നമ്മൾ സർക്കിളുകൾ നമ്മുടെ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലായി നടത്തി വരികയാണ്. ഇതൊരു അവയർനെസ് ക്യാമ്പയിനാണ്. എല്ലാവരും ഈ ഒരു സെഷൻ കൂടുതൽ അറ്റൻറ്റീവായി അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എനിക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള സംശയത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് മുൻ ദേവസ്ഥാനാധിപതി KV ദാമോദര സ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 9 മുതൽ 100 ദിന ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം സംഘടിപ്പിക്കുമെന്ന് ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് KV പ്രവീൺ, PR OKG ഹരിദാസ്, ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, ഉപദേശക സമിതി അംഗം K ദിനേശ് രാജ, കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ MP സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുൻ ദേവസ്ഥാനങ്ങളിൽ ശ്രീ ദാമോദര സ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുങ്ങോട്ടുകര ദേവസ്ഥാനം നൃത്തമണ്ഡപത്തിൽ 100 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം നടത്തുകയാണ്. ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം എന്നാണ് ആ നൃത്തോത്സവത്തിൻ്റെ പേര്. ഈ വരുന്ന മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 16 വരെ നീണ്ടു നിൽക്കുന്ന 100 ദിവസത്തെ പരിപാടിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ നൃത്തരൂപങ്ങളും 100 ദിവസത്തെ ഈ നൃത്തോത്സവത്തിൽ പെരുങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ വേദിയിൽ അരങ്ങേറും. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഒഡീസി, സത്രിയ, കഥക്, മണിപ്പൂരി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, കഥകളി, യക്ഷഗാനം, നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ തിരുവാതിരകളി വരെ പെരുങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ തിരുവരങ്ങിൽ 100 ദിവസമായിട്ട് അരങ്ങേറും. 9 ശനിയാഴ്ച മുതൽ ജൂൺ 16 വരെ നടത്തുന്ന നൃത്തോത്സവം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണെന്ന് ഇവർ പറഞ്ഞു. ഭാരതത്തിന്റെ തനത് നൃത്തരൂപങ്ങളായ ഭരതനാട്യം, കുച്ചിപ്പുടി, ഒഡീസി, സത്രിയ, കഥക്, മണിപ്പൂരി, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ, കഥകളി, യക്ഷഗാനം, തിരുവാതിരക്കളി എന്നിവ നൃത്തോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. ഈ മാസം 9 രാവിലെ 9:30 ലോകപ്രശസ്ത നർത്തകി പത്മഭൂഷൺ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്യും. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജൂൺ 16 സമാപന ദിനത്തിൽ പ്രശസ്ത ഭരതനാട്യം നർത്തകി പത്മഭൂഷൺ ചിത്ര വിശ്വേശ്വരന് ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരം നൽകി ആദരിക്കും. 50,000 രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് അവാർഡായി സമ്മാനിക്കുകയെന്നും സംഘാടക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ലോകപ്രശസ്തയായിട്ടുള്ള നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് മാർച്ച് 9 രാവിലെ 9:30 മണി. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് ഭദ്രദീപം തെളിയിച്ചു. ചില സംഗതികൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഈ ഭാഗത്ത് ഈ ശിവരാത്രി പ്രമാണത്തിലുള്ള ഈ ഉത്സവം ഇവിടെ പോലെ അപ്പുറമൊന്നുമില്ല.
പക്ഷേ നമ്മൾ ശിവരാത്രി എന്നൊക്കെ പറയുമ്പോൾ മുൻപ് ഓർമ്മ വരാറുള്ളത് ശിവരാത്രിയുടെ വ്രതമൊക്കെയാണ്. ശിവരാത്രിയുടെ സമയത്ത് നമ്മൾ പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലോ അല്ലേ, നമ്മളുടെ പണി വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വ്രതശുദ്ധിയുടെ ഒക്കെ നാളുകളായിട്ടാണ് ശിവരാത്രി കൊണ്ടുവരാറുള്ളത്. പക്ഷെ നമുക്ക് സമൂഹത്തിൻ്റെ കുട്ടികളുടെയും ആളുകളുടെയും ഒക്കെ ആഗ്രഹവും ഒക്കെ മാനിച്ചുകൊണ്ട് അതിനെ പതുക്കെയാണ് ആ സംസ്കാരത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കുക. പ്രസിഡന്റ് CR ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ രാജൻ, ചെയർമാൻ PV ജനാർദ്ദനൻ, രക്ഷാധികാരികളായ PR നാരായണൻ, പീതാംബരൻ കോഴിശ്ശേരി, രാമചന്ദ്രൻ വിക്രംശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസീത ചാലക്കുടി അവതരിപ്പിച്ച ആടാം പാടാം ഫോക്ക് മെഗാ ഷോയും അരങ്ങേറി. മണപ്പുറം ഫൗണ്ടേഷന്റെയും മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഈ മാസം 10-ന് വലപ്പാട് ലത കൺവെൻഷൻ സെന്ററിൽ മിസ്റ്റർ മണപ്പുറം 2024 ഓപ്പൺ കേരള ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്ന് മാഫിറ്റ് ഡയറക്ടർ റഫീഖ് റോഷ്, മാർക്കറ്റിംഗ് ഹെഡ് ലിബർട്ട് ജോസഫ്, പരിശീലകൻ ഷെയ്ം ഹുസൈൻ എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ബോഡി ബിൽഡിംഗ്, മെൻസ് ക്ലാസിക്, മെൻസ് ഫിസിക്, ജൂനിയർ ബോഡി ബിൽഡിംഗ് എന്നിവ പുരുഷന്മാർക്കും വനിതകൾക്കായി വുമൻസ് ബോഡി ബിൽഡിംഗ്, വുമൻസ് വെൽനസ്, വുമൻസ് ഫിറ്റ്നസ് പെർഫോമൻസ് എന്നിവയും നടത്തും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലം നിയോജക മണ്ഡലം MLA E.T. ടൈസൺ മുഖ്യാതിഥിയായിരിക്കും. NPC ഹെഡ്, കേരള നാഷണൽ ജഡ്ജ് ബേബി പ്ലാക്കൂട്ടം വിശിഷ്ടാതിഥിയാകും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ മുഖ്യാതിഥികളാകും. 2023 മിസ്റ്റർ ഇന്ത്യ സുരേഷ് റാവു ആദരണ കർമ്മം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 200ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഈ മത്സരത്തിൽ സീനിയർ കാറ്റഗറി, അതുപോലെ തന്നെ ജൂനിയർ കാറ്റഗറി, വുമൻസ് കാറ്റഗറി, കിഡ്സ് കാറ്റഗറി എന്നീ ഇനങ്ങളിലാണ് മത്സരം നടത്തുന്നത്. 3rd മിസ്റ്റർ മണപ്പുറം 2024 ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ഈ പ്രസ്റ്റീജ് അവാർഡ് കരസ്ഥമാക്കുന്ന വ്യക്തിക്ക് നമ്മൾ നൽകുന്നത് 50,000 രൂപ ക്യാഷ് പ്രൈസാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മണലൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വാടാനപ്പള്ളിയിൽ വാഹനാപകടം. ടോറസ് ചരക്ക് ലോറി ഇടിച്ച് ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേലയ്ക്ക് കൊടികയറി.
ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.